प्रभु की महिमा हो। അല്പനിമിഷത്തെ ചിന്തയ്ക്കായി ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം, മലയാളത്തിൽ ലാസ്റ്റ് ഭാഗമാണ്. व्यवस्था विवरण उसका 6वां अध्याय उसका वाक्य 7 हम पढ़ेंगे. പറയുന്നത്, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം എന്നൊരു വിഷയം കർത്താവിന്റെ ആത്മാവിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ये वाक्य 7 पढ़े. और तू इन्हें अपने बाल बच्चों को समझाकर सिखाया करना और घर में बैठे मार्ग पर चलते लेटते उठते इनकी चर्चा किया करना. इनकी चर्चा किया करना. इनकी चर्चा ഇത് നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞ ടീച്ച് എന്നാണ് വാക്കാണ്, ടീച്ച്. അവരോട് ഇത് പഠിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഇസ്രായേൽ ജനം എങ്ങനെ കനാൻ ദേശത്ത് എത്തി, അവർ മിസ്രൈമിൽ കൂടെ എങ്ങനെ ദൈവം അത്ഭുതകരമായി അവരെ വിടുവിച്ചു, ഇന്നീ കാര്യം മറന്നുപോകാതെ, വരുന്ന തലമുറ മറന്നുപോകാതിരിക്കാൻ ഇത് വീട്ടിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, അവരെ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കണം എന്നാണ് കർത്താവിന്റെ ആത്മാവ് ഇവിടെ പറയുന്നത്. प्रभु का आत्मा हमें इसमें ये बताता है कि जिस तरह इस्राएल घराने के लोग मिस्र देश छोड़कर परमेश्वर ने कितना अद्भुत रीति से वो लोगों को बचाया है, वो जो बातें हैं वो बाल बच्चों को भी, आने वाले पीढ़ियों को भी वो उसी मार्ग में चलाते रहना, लेटते रहना और उठते समय में भी इसकी ही बातों का चर्चा करना करके इधर वाक्य हमें दिखाता है. എവിടെ ഇങ്ങനെയുള്ള ഈ സംസാരം നിൽക്കുന്നു അവിടെ ജനം പരാജയത്തിലേക്ക്, അപജയത്തിലേക്ക് പോയി എന്ന് പിന്നുള്ള അധ്യായങ്ങൾ പറയുന്നത്. और हम देखते हैं कि आने जो अगला सब अध्याय में हम देखते हैं जिधर जिधर ये चर्चा रुक गया उस सारे जगहों में ये इजराइल घराने के लोगों का नाश है करके हम देखे थे. हम ദൈവത്തിന്റെ അത്ഭുതമായ വിടുതല് കണ്ട ജനം ആ ഒരു തലമുറ മാറിപ്പോയിട്ടും അടുത്ത തലമുറ വന്നു, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം, ആ തലമുറ അടുത്ത തലമുറ പറയണം എന്നാണ് കർത്താവ് പറഞ്ഞത്. तो प्रभु के इस अद्भुत बातों को अभी जो पीढ़ी है और आने वाली पीढ़ी है, उसके बाद वाले पीढ़ी है, सारे पीढ़ियों को भी ये बातों का चर्चा होए, इसीलिए इसका चर्चा करते रहना करके प्रभु का अगुवाई था. ഇത് ഇസ്രായേൽ മക്കളോട് മാത്രം പറയുന്ന ഒരു വചനമായിട്ട് നമ്മൾ എടുക്കരുത്. ഇത് നമ്മളോട് സംസാരിക്കുന്ന വചനമായിട്ട് നമ്മൾ ഇത് സ്വീകരിക്കുകയും ഇത് നമ്മുടെ ഭവനത്തിൽ നടപ്പിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. आमीन. हम ये सिर्फ इजराइल घराने को ही ये बात कहता है करके हम इसे सीमित ना करें, लेकिन बल्कि हमें भी ये वचन एप्लीकेबल है, लागू है, इसीलिए हमारे भी घरों में भी इस वचन का पालन करें, ये हम ध्यान रखें. അതുകൊണ്ടാണ് കർത്താവിന്റെ മേശ കർത്താവ് സ്ഥാപിച്ചത്. इसके लिए प्रभु ने उसका मेज अपने बीचों में स्थापना किया. കാരണം നമ്മൾ മേശമേൽ കൂടുമ്പോൾ മാത്രം സംസാരിക്കുകയും ചിന്തിക്കുകയും വിഷയമല്ല കർത്താവിന്റെ ക്രൂശ് മരണം, കർത്താവ് നമ്മളെ വിടുവിച്ച വിധം. നമ്മൾ അത് ദിനംതോറും ഓർക്കുകയും അത് വീട്ടിൽ സംസാരിക്കുകയും അത് ചർച്ചാ വിഷയമാകുകയും ചെയ്യേണ്ട കാര്യമാണ്. और प्रभु का क्रूस का मृत्यु और उसके बारे में सिर्फ केवल रविवार के दिन ही चर्चा होने वाली बात नहीं है, लेकिन हमारे घरानों में भी उधर इस बातों का चर्चा होना बहुत जरूरी है. അങ്ങനെ നമ്മൾ അത് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും വീട്ടിലുള്ളവർ സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ അത് ആത്മീയ ഉണർവ് ഉണ്ടാകുന്നതും നമ്മൾ ലോകത്തുനിന്ന് വിടുവിക്കപ്പെടുന്നതും. इस तरह जब भी हम इस प्रकार हम प्रभु का बातों को चर्चा करते हैं घर पे, तभी हमें पता चलता है कि हमें आत्मिक उन्नति मिलता है और संसारों के सारे बातों से हमें दूर कर देगा इस वचन का ध्यान. പ്രൊവേഴ്സിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, ബാലൻ തന്റെ നടപ്പിനെ അല്ല പ്രൊവേഴ്സ് 22-ന്റെ 6-ാം വാക്യത്തിൽ नीति वचन उसका 22:6 में हम देखते हैं. ശരി, അതന്നെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന്. देखते हैं वाक्य 6 पढ़े. लड़के को उसी मार्ग की शिक्षा दे जिसमें उसको चलना चाहिए और वह बुढ़ापे में भी उससे न हटेगा. അപ്പം നമ്മൾ ഈ ബാലനെ എന്തോ പറഞ്ഞു കേൾപ്പിക്കേണ്ടത്? तो ये लड़के को क्या शिक्षा देना है हमें? കാരണം നമ്മുടെ
രീതിക്കനുസരിച്ച് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അതനുസരിച്ച് കുട്ടികളെ വളർത്തണം എന്നല്ല ഈ വാക്യം ഉദ്ദേശിക്കുന്നത്. ये वाक्य ये नहीं उद्देश्य रखता है कि हम हमारे रीति से और हमारे इच्छा से हम हमारे बच्चों को शिक्षा दें. അതന്നെ ലോകത്തിന്റെ മാതാപിതാക്കൾ അതാണ് കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ രീതിയിൽ അവരെ എന്തോ പഠിക്കണം, എന്തോ ആഗ്രഹിക്കണം, ലോകത്തിൽ എന്തായി തീരണം എന്ന ലോകത്തിന്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുകയും അവരെ ആ രീതിയിൽ ശിക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. लेकिन ये जो बातें हैं इस संसार के माता पिता ये करते हैं कि वे लोगों के हिसाब से उनके बच्चे भी चले और बड़े हुए और कुछ कर पाए, वे लोग अच्छा कुछ कर पाए, उन लोगों को अच्छा नौकरी मिले, अच्छा एक स्थान मिले, ये सारी बातें जो है ये संसार का माता पिता सोचते हैं. എന്നാൽ നമ്മൾ ഭവനത്തിൽ കുട്ടികളെ എന്താണ് അഭ്യസിപ്പിക്കേണ്ടത് എന്നാണ് ഈ വചനം വ്യക്തമായി പറയുന്നത്. लेकिन हम हमारे घर पे किस तरह हमारे बालकों को, हमारे बच्चों को किस तरह शिक्षा करके हमें मार्ग में लाना है करके वचन बताता है. നമ്മൾ അവരെ ഏത് വഴിയിൽ കൂടെ നടത്തണം, ക്രിസ്തുവിന്റെ വഴി കൂടെ നടത്തണോ ലോകത്തിന്റെ വഴി കൂടെ നടത്തണോ എന്ന ഭവനത്തിലാണ് അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത്. किस तरह हम वो बच्चों को मार्ग में चलाए, क्या हम संसार के मार्ग में या प्रभु के मार्ग में हम वो ये बच्चों को चलाए करके ये वचन हमें सिखाता है. കാരണം മാതാപിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അവരെ ദൈവത്തിലേക്ക് അവരെ ദൈവ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം. क्योंकि ये माता पिता का जिम्मेदारी है कि अपने बच्चों को प्रभु के मार्ग में वे शिक्षा दे. അവരെ അടിച്ചേൽപ്പിക്കല്ല, ആ വഴി അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട്. वे लोगों को जानबूझ के जबरदस्ती सिखाए इस तरह नहीं, लेकिन प्रभु का मार्ग क्या है वो सीधा तरीके से सिखाए. അവര് മാതാപിതാക്കൾ നോക്കിയാണ് പഠിക്കേണ്ടത്, ദൈവത്തെ അറിയേണ്ടതും. और ये बच्चे जो है वो माता पिता को देखकर सीखना है. കാരണം ഇതിന് മാതാപിതാക്കളായ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഇതിന് നമ്മൾ അവിടെ കണക്ക് ബോധിപ്പിക്കണം ദൈവസന്നിധിയിൽ. और हमें इसका जिम्मेदारी है हमारे बच्चों को हम ये सारे बातों का शिक्षा दे, क्योंकि हमें इसका लेखा देना पड़ेगा. ഇസ്രായേൽ ഈ കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോയി. അവർ വന്ന വഴി പരാജയപ്പെട്ടു പോയി. ദൈവം നടത്തിയ വിധങ്ങൾ അത്ഭുതങ്ങൾ അവർ മക്കളോട് പറയാൻ പരാജയപ്പെട്ടു പോയി. ആ കാരണത്താൽ ദൈവം അവരെ തൽക്കാലത്തേക്ക് കൈവിടേണ്ട രംഗം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. और हमें पता है इस्राएल घराने के लोग ये बातों में हार गए. प्रभु ने जिस तरह अद्भुत रीति से वे लोगों को छुड़ाया था और जिस रीति से वे मार्ग में चलाया था, ये सारी बातें वे लोग भूल गए, जिसके वजह से थोड़ी सी समय के लिए इस्राएल घराने को एक शिक्षा के समान प्रभु उन लोगों को छोड़ दिया है. അവർ ഈ കാര്യം മറന്നു പോയ ഏക കാരണത്താലാണ് ഹോശേയ പ്രവചനം 7-ാം അധ്യായത്തിൽ പറയുന്നത്. और क्योंकि वे लोग में ये बात भूल गया है, इसकी वजह से होशाया के पुस्तक में 7वां अध्याय में इस तरह कहता है, सॉरी 5:15 में 5:15 में हम देखते हैं 5:15 അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും, കഷ്ടതയെ ജാഗ്രതയോടെ അന്വേഷിക്കും. वाक्य 15 पढ़े. जब तक वे अपने को अपराधी मानकर मेरे दर्शन में खोजी न होंगे, तब तक मैं अपने स्थान को न लौटूंगा. और जब वे संकट में पड़ेंगे, जी लगाकर मुझे ढूंढने लगेंगे. എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ സംഭവിച്ചു? क्यों ऐसे ये लोगों को इस तरह का आपत्ति आया? കാരണം അവർ ദൈവത്തെ മറന്നുപോയി, ദൈവം നടത്തിയ വിധങ്ങൾ അവർ മറന്നുപോയി എന്നൊരു കാരണത്താൽ. क्योंकि वे लोग प्रभु को भूल गए और प्रभु जिस तरीके से वे लोगों को चलाया वो मार्ग को वे लोग भूल गए. അപ്പോൾ അവർ ആ കുറ്റം ഏറ്റു പറയണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. और इस अपराध को वे लोग अपराध को प्रभु की उपस्थिति में क्षमा मांगना है करके हम देखते हैं. ഇത് ഇസ്രായേലിന് പറ്റിയ അപജയം മാത്രമല്ല, ഇന്ന് സഭാജീവിതത്തിൽ നമുക്കും പറ്റുന്ന അപജയമാണ്. നമ്മൾ കുറ്റം ഏറ്റു പറയുന്നില്ല എന്നുള്ള കുറവ് നമ്മുടെ ഭാഗത്തുണ്ട്. और हमारे मंडली जीवन में भी इस बात का बहुत बड़ा घटी है, क्योंकि हम हमारा अपराधों को मान नहीं रहे, उसका हम क्षमा मांग नहीं रहे. കാരണം ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കുറവുകൾ നമ്മൾ ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയുന്നില്ല എങ്കിൽ പിന്നെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ആ സംസാരം നിർത്തും. और पवित्र आत्मा हमें कुछ बातों का अपराधों का विषय में बुद्धि देगा. अगर हम फिर भी वो मानकर हम नहीं क्षमा मांगेंगे तो ऐसा एक अवस्था आएगी जिधर पवित्र आत्मा हमें बात करने बंद हो जाएगा. പിന്നെ ആത്മാവ് സംസാരിക്കുന്ന സംസാരം നിർത്തുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം പരാജയമായി പോകും.
और जब पवित्र आत्मा हमसे बात करना बंद करता है तभी हमारा आत्मिक जीवन जो है वो वो बहुत नीचे की तरफ चले जाता है। പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 26-ഉം 27-ഉം വാക്യം പറയുന്നത്, निर्गमन का पुस्तक उसका 12वां अध्याय उसका 27वें वचन में हम इस तरह पढ़ते हैं, ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രൈമിനെ ദണ്ഡിപ്പിക്കുകയിൽ മിസ്രൈമിലിരുന്ന ഇസ്രായേൽ മക്കൾ വീടുകളെ ഒഴിഞ്ഞ് കടന്നു നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹ യാഗം ആകുന്നു ഇതെന്ന് നിങ്ങൾ പറയണം. वाक्य 26-27। और जब तुम्हारे बच्चे तुमसे पूछे इस काम से तुम्हारा क्या मतलब है, तब तुम उनको यह उत्तर देना, यहोवा ने जो मिस्रियों के मारने के समय मिस्र में रहने वाले हम इसराइलियों के घरों को छोड़कर हमारे घरों को बचाया, इसी कारण उसके फसह का यह बलिदान किया जाता है। तब लोगों ने सिर झुकाकर दंडवत की। പെസഹ എന്തിന് ആചരിക്കണമെന്ന് കർത്താവ് അവരോട് നിഷ്കർഷിച്ചിരുന്നു. तो फिसोन किस तरह मनाना है करके वे लोगों को आज्ञा दी थी प्रभु ने पहले से। അത് എന്തിനു വേണ്ടി ആചരിക്കണമെന്ന് മക്കളോട് പറയണമെന്ന് കർത്താവ് പറഞ്ഞു. और ये फिसोन क्यों मनाते हैं करके ये बच्चों को भी बताना करके प्रभु आज्ञा दी। കാരണം മിസ്രൈമിൽ ഈ അത്ഭുതം കണ്ട ജനം, ആ ജനം അവരുടെ തലമുറ അവിടെ ഉണ്ടായിരുന്നു, അവർ ഈ അത്ഭുതം കണ്ടതാണ്, പിന്നെ അടുത്ത തലമുറയോട് ഇത് പറയണമെന്നാണ് കർത്താവ് പറഞ്ഞത്. और प्रभु ये कहता था कि मिस्र देश में जो जिस तरीके से अद्भुत रीति से वे लोगों को बचाया है वो बचाने वाला ये प्रभु का अद्भुत बातों को ये पीढ़ी ने देख लिया है वो आंखों से, तो ये पीढ़ी जो है अगले पीढ़ियों को ये बात का ज्ञान देना बहुत जरूरी था। इसके वजह से प्रभु कहता है कि तुम्हें ये एक ज्ञान जो है ये बातों का अगले पीढ़ी को भी बताना चाहिए। എന്നാൽ ഈ പെസഹായുടെ ഈ അവരുടെ ഈ ആചരണം അവർക്കത് ഒരു അനുഭവമായി തീരാതെ വേറൊരു കർമ്മം മാറിയപ്പോൾ അവർക്ക് പരാജയമായി സംഭവിച്ചു. और फिसोन का ये जो पर्व है वे लोग मनाने के बदले वे लोग सिर्फ एक रीत रिवाज के तरह ये लोग मनाने लगे, तो ये लोग का बहुत बड़ा एक हार बन गया हो। നമ്മുടെ കൂടിവരകൾ ഒരു കർമ്മമായി മാത്രം ശേഷിക്കുന്നുവെങ്കിൽ നമ്മൾ ശോധന ചെയ്യേണ്ടതാണ്. अगर हमारे ദാസൻ നമ്മളെ ചോദിക്കും എന്തുകൊണ്ട് വന്നില്ല എന്ന കാരണത്താൽ ഒന്ന് മുഖം കാണിച്ച് പോകാം എന്നത് ആ ഒരു ഭയം കൊണ്ട് മീറ്റിംഗിൽ സംബന്ധിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥമായി ദൈവത്തിന്റെ ആത്മാവിൽ ഉള്ള കൂട്ടായ്മയല്ല. अगर प्रभु का दास अगर हमें पूछे क्यों नहीं आए करके इस तरह का सवाल हटने के लिए हम अगर सिर्फ नाम के लिए मीटिंग में आते हैं तो हम कितने अभागी लोग हैं, क्योंकि इसके लिए नहीं प्रभु ने हमें बुलाया है, क्योंकि वो पर्व जो है किसके लिए मनाना है करके इजराइल घराना जानना बहुत जरूरी था। കർത്താവിന്റെ ആത്മാവാണ് നമ്മളെ ഓരോ ദിവസവും ഓരോ മീറ്റിംഗിലും കർത്താവ് നമ്മളെ നയിച്ച് അവിടെ മീറ്റിംഗിൽ നമ്മളെ ഉപസ്ഥിതരാക്കുന്നത്. और ये प्रभु का आत्मा है हमें हर एक उपस्थिति में भी हर एक परिस्थिति में किस तरह हमें आना है करके वो उपस्थिति में आने के लिए प्रभु हमें सहायता करता है। അതുകൊണ്ട് ഈ ആത്മാവിന്റെ പ്രവർത്തനം അവിടെ നിന്നുപോയ കാരണത്താൽ ഇവർക്ക് ഇത് ഒരു കർമ്മമായി മാറി അവർ ഈ പെസഹ ആചരണം അവര് കർത്താവ് പറയുന്ന പോലെ ചെയ്യാതെ അത് അലക്ഷ്യമാക്കി കളഞ്ഞു. और क्योंकि वो आत्मा का कार्य इधर बंद होने की वजह से ये लोग फिसोन का जो ये पर्व है वो सिर्फ एक रीत रिवाज के तरह मनाने लगे। നമ്മളെ പറ്റി തന്നെ നമ്മൾ ചിന്തിക്കണം. ഞാൻ സമുദായത്തിലായിരുന്നപ്പോൾ അവിടെ കുടുംബ പാരമ്പര്യത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഇടമാണ് സമുദായം എന്ന് പറയുന്നത്. जब मैं अन्य कलीसिया में था तभी उधर इस तरह का था कि कुटुंब का एक कुटुंब का खासियत को उठा के बताने वाला एक झुंड में मैं एक समय में था. ഇന്ന കുടുംബത്തിൽ ആളെ അതുകൊണ്ട് ആണ് നീ ഇപ്പോൾ ഈ ഇടവകയിൽ അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിനക്ക് വരാൻ സാധിച്ചെന്നൊക്കെ പറഞ്ഞ് ആ കുടുംബ പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇടത്തു നിന്നാണ് കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചത്. और प्रभु ने उस जगह से मुझे हटा दिया, उस जगह से मुझे प्रभु ने निकाला जिधर
वे लोग कहते थे कि क्योंकि तू इस कुटुंब का है, जिसके वजह से तुझे योग्यता मिला है कि इस कलीसिया में तू आ सकता है, इस मंडली में तू आ सकता है। इस तरह का कुटुंब का खासियतों को उठाकर बताकर वो लोगों का योग्यता को बताने वाला इस तरीके का झुंड में से प्रभु ने मुझे निकाला। നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ സഭകളുടെ ദൂത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ആഴ്ച നമ്മളെ പ്രബോധിപ്പിച്ചത് അവിടെ സ്മുർണ സഭയ്ക്കും പെർഗമോസ് സഭയ്ക്കും പറ്റിയ അപജയം, അവർ ദൈവത്തിന്റെ ഈ യാഗപീഠത്തെ അല്ലെങ്കിൽ ക്രിസ്തു അനുഭവിച്ച ഈ യാഗത്തെ മറന്ന് അവരവരുടേതായ രീതിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ആരംഭിച്ചത്. പാരമ്പര്യങ്ങളിൽ അവർ ആരാധിച്ചപ്പോൾ സഭ ലോകവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് വന്ന അപജയം, ആ അപജയം തന്നെയാണ് ഇന്നും ലോകത്തിലുള്ള സഭകൾക്ക് സംഭവിച്ചത്. അതിൽ നിന്നൊക്കെയാണ് കർത്താവ് എന്നെ വെടിവെച്ച് ഈ കൂട്ടായ്മയിലാക്കി വെച്ചിരിക്കുന്നത്. इसके लिए जब भी हम अभी कलीसिया का मंडली के बारे में जब भी हम बहुत गहराई से सीख रहे हैं, जैसे भाई हमें हर रविवार को सिखाता है, उधर हम देखते हैं परगमोस और स्मरना कलीसिया में भी उधर क्या हो गया था। उधर क्योंकि वे लोग को प्रभु का बातों को वे लोग भूलने के वजह से वो बलि को वो जो वेदी है उसका खासियतों को सब भूल जाने के वजह से कलीसिया जो है, मंडली जो है वो संसार के ओर चले गया। तो इस प्रकार का मंडली है, हम अभी देखते हैं अन्य कलीसियाओं में इस तरह का रीत रिवाज चल रहा है। क्योंकि ये क्यों हो रहा है? क्योंकि वे लोग परमेश्वर को भूल चुके हैं। वे परमेश्वरों का बातों को और जिस तरह परमेश्वर ने वे लोग को छुड़ाया है, वे बातों को वे लोग भूल गए। इस तरीके का मंडली से प्रभु ने मुझे निकाला। കർത്താവിനെ യാഗത്തെ ഓർക്കാത്ത ഒരു ആരാധനയും ആരാധനയല്ല എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നത്. और प्रभु का इस बलिदान को ना याद करने वाला जो झुंड है वो एक कलीसिया ही नहीं है करके हम देखते हैं बाइबल में। നമ്മൾ ആരായിരുന്നു എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് ദൈവസന്നിധി. हम कौन थे करके हमेशा हमें वापस हमें दौड़ाना है हमारे मनों में ये बातों को, ऐसा पवित्र शास्त्र कहता है। എഫെസ്യ ലേഖനം 2:1 പറയുന്നത് നമ്മൾ ആരായിരുന്നു എന്ന് ആ വാക്യം വ്യക്തമായി പറയുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. हम देखते हैं कि हम अधर्म में और पाप में मरे हुए थे करके इफिसियों का पुस्तक 2 अध्याय 1 वचन में हम देखते हैं। കാരണം ഈ അവസ്ഥയിൽ ഇരുന്ന ഒരു കൂട്ടം ജനമായിരുന്നു നമ്മൾ. तो इस तरीके का एक बच्चा इस तरीके का झुंड में से थे हम. നമുക്ക് എടുത്തു പറയത്തക്ക ഒരു യോഗ്യതയും ദൈവസന്നിധിയിൽ നമുക്ക് പറയാനില്ല. और प्रभु के उपस्थिति में ऐसा कोई भी गुण हमारे अंदर नहीं है जिसे हमें उठाकर हम दिखा सकते हैं. അങ്ങനെ എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നെങ്കിൽ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു ദൈവത്തിന്. ऐसा कुछ गुण हमारे अंदर था तो प्रभु को इस संसार में आना कोई जरूरी नहीं था. നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു തന്നെ പാപത്തിലാണ് ജനിച്ചത്. इस संसार में हम पाप में ही जन्म लिए और हम पापों में और अपराधों में हम मरे हुए थे करके हम देखते हैं. എന്നാൽ ലോകത്തിലെ സഭകളോട് ലോകക്കാരോട് നിങ്ങൾ ഒരു പാപിയാന്ന് പറയുന്നത് തന്നെ അവർക്ക് വെറുപ്പാണ്, അവർക്കത് ഇഷ്ടവുമല്ല. और ये संसार के लोगों को अगर तुम बोले कि तुम पापी हो करके, तो वे लोगों को ये बात थोड़ा सा भी अच्छा नहीं लगता. ये बात वो सुनते ही वे लोगों को बहुत बड़ा नफरत है. കാരണം എന്തെങ്കിലും ചെയ്തിട്ട് ആ പാപം വരുന്നു എന്നുള്ളൊരു വിചാരമാണ് അവർക്കുള്ളത്. क्योंकि वे लोग पाप को इस तरह सोचा है कि अगर मैं कुछ कार्य करूं जिससे पाप प्रकट हो तभी ही पाप होता है करके वे लोग का सोचना है. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ ഞാൻ പാപത്തില ഉരുവായത് എന്നൊരു ബോധ്യം ആത്മാവാണ് നമുക്ക് തന്നത്. लेकिन माँ का गर्भ से ही मैं एक पापी जन्मा हूं करके ये जो बोध्य है वो हमें पवित्र आत्मा दिखाया है. അങ്ങനെ നമ്മൾ പാപത്തെ കുറിച്ച് സംസാരിക്കാതെ നമ്മൾ നന്മയെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ നമ്മൾ ക്രിസ്തുവിന്റെ യാഗത്തെ നമ്മൾ ചെറുതാക്കുകയാണ്. इस तरह अगर हम सिर्फ और सिर्फ भलाई भाती बात करते और पाप के विषय में नहीं बात करते तो हम प्रभु की ये जो वेदी में रखा हुआ बलिदान को हम नहीं समझ पाते. ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് നമ്മുടെ പാപത്തിന് വേണ്ടിയാണ്. क्योंकि प्रभु ने क्यों कष्ट सहा? क्योंकि हमारे पापों के लिए उन्होंने कष्ट सहा. ഒരു പാപിക്ക് ദൈവസന്നിധിയിൽ നിൽപ്പാൻ കഴിയുകയില്ല എന്നറിഞ്ഞ് ദൈവം നമ്മുടെ പാപത്തെ പുത്രന്മേൽ ചുമത്തി, അങ്ങനെ എന്റെ ശിക്ഷയാണ് പുത്രൻ ഏറ്റെടുത്ത് അംഗീകരിക്കുമ്പോഴാണ് ദൈവം നമ്മളെ മകനായി സ്വീകരിക്കുന്നത്.
एक पापी प्रभु के उपस्थिति में कभी भी रुक नहीं सकता, लेकिन जब वो प्रभु के ऊपर विश्वास करता है, वो परमेश्वर का बेटा बनता है। इस तरह का वो स्वीकारता उनको उसको मिला है करके जब भी हमें विश्वास होता है, तभी हम सही मार्ग में आए। ഇതാണ് നമ്മൾ ഭവനത്തിൽ മക്കളോട് സംസാരിക്കേണ്ട വിഷയം. मैन यही बातें हैं हम हमारे घरानों में भी हमें चर्चा करनी है. ഞാൻ രക്ഷിക്കപ്പെട്ടവൻ, എന്റെ മക്കൾ രക്ഷിക്കപ്പെടണമെന്ന് അതിന് കാരണമല്ല. इसका मतलब ये नहीं कहता कि क्योंकि मैं उद्धार पाया हूँ इसके लिए मेरे बच्चे भी उद्धार पाएंगे करके ऐसा सोच में ना रहना. സഭകൾ, ലോകത്തിന്റെ സഭ പഠിപ്പിക്കുന്നത് യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിലെല്ലാവരും ഉൾപ്പെടുന്നു എന്നാണ് ലോകത്തിന്റെ സഭ പഠിപ്പിക്കുന്നത്. और अन्य कलीसिया में ऐसा सिखाया जाता है, जिस तरह जोशुआ कहता है कि मैं और मेरा कुटुंब हम प्रभु की सेवा करेंगे करके, जब भी वो इस तरह का वचन लेकर वो बोलते हैं कि हम हमारे कुटुंब सारे लोग प्रभु की सेवा कर रहे हैं, इसके वजह से हम उद्धार पाए करके वे लोग को इस तरह का शिक्षण दिया जाता है. അവിടുത്തെ ക്രിസ്തുവിന്റെ യാഗത്തെ പറ്റിയോ ക്രിസ്തു പാപത്തിന്റെ ശിക്ഷ ഏറ്റെന്ന് പറ്റിയോ അവിടെ ഒരു സംസാരം അവർക്കില്ല. प्रभु के बलिदान के विषय में और प्रभु ने पाप का दंड ले लिया है करके इसके विषय में कुछ भी चर्चा उधर नहीं हो रहा. എന്നാൽ യഥാർത്ഥമായി നമ്മൾ സംസാരിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ കഷ്ടതയും പിൻവന്ന മഹിമയും അതിൽ നമുക്ക് ലഭിച്ച ദൈവിക അനുഗ്രഹമാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. और हमारा चर्चा की बात क्या होना चाहिए कि प्रभु ने जिस तरह हमें उद्धार किया है और उन्होंने जिस तरह हमारे लिए कष्ट सहा है, ये सारे बातों का चर्चा हमारे बीचों में होना चाहिए. അങ്ങനെ നമ്മളത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലോകത്തിൽ നിന്നുള്ള വിടുതലും സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയാണ്. और इस तरह हम जब भी चर्चा करते रहेंगे तभी हमें बहुत बड़ा एक स्वतंत्रता, एक मुक्ति हमें संसार से मिलता है करके हमें समझ आएगी. കാരണം ലോകത്തിൽ നമ്മൾ പോകുന്ന ഏക കാരണം നമ്മൾ ക്രിസ്തുവിന്റെ ഈ ക്രൂശിനെ വില കൽപ്പിക്കാതെ പോകുന്ന ഏക കാരണത്താലാണ്. क्यों हम संसार के और मुड़ते हैं, इसका कारण यही है कि हम प्रभु को सही कीमत नहीं लगा पाते. സങ്കീർത്തനക്കാരൻ 40:9-10 പറയുന്നത്, ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു, ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചില്ല. നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയവും സത്യവും ഞാൻ महासभा मार्चुमिल्ल. देखो, हम भजन संगीता 40 के 9 में हम पढ़ते हैं, 9-10 में, मैंने बड़ी सभा में धर्म के शुभ समाचार का प्रचार किया है. देख, मैंने अपना मुंह बंद नहीं किया है, यहोवा तू इसे जानता है. നമ്മൾ എന്താ സംസാരിക്കേണ്ടത്? മഹാസഭയിൽ, കർത്താവിന്റെ സഭയിൽ എന്താ സംസാരിക്കേണ്ടത്? तो हम बड़ी सभा में क्या चर्चा करना है, क्या बात करना चाहिए? കർത്താവിന് വന്ന കഷ്ടതയും പിൻവന്ന മഹിമയുമാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. प्रभु को जो कष्ट आया है और उसके बाद जो महिमा उनको मिला है, उस बारे में हमें चर्चा करनी है. അതോടെ നമുക്ക് ലഭിച്ച പുത്ര സ്വീകാര്യം, സ്വർഗീയമായ അനുഗ്രഹങ്ങൾ, ഇതാണ് നമ്മൾ ദൈവസേനയിൽ പ്രസ്താവിക്കുന്ന വിഷയം. जिसके वजह से हमें पुत्र बनाया गया है और हमें स्वर्ग में स्वीकारा गया है, इस बातें हमें करना है भाइयों के बीच. ഇങ്ങനെ നന്ദി പുരസ്സരം കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോഴാണ് നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കുന്നത്. और इस तरह धन्यवाद के होठों से जब भी हम उसकी उपस्थिति में आते हैं, तभी ये आराधना को प्रभु स्वीकारता है. ഇസ്രായേൽ ജനത്തിന് വന്ന അപജയം, അവർ ദൈവത്തെ നന്ദി പറയാൻ അവർ മറന്നുപോയി. അവർ നടത്തിയ ആ വിധങ്ങൾ അവർ മറന്നുപോയി എന്ന കാരണമാണ്. इजराइल लोगों का हार क्या है? वो हार यही है क्योंकि प्रभु ने जो इतना अद्भुत रीति से वे लोगों को बचाया है, इस बातें वे लोग भूल गए और प्रभु का महिमा ना कर पाए. അവർ ഈ കാര്യം മറന്നുപോയ കാരണത്താൽ ഇന്ന് ദൈവത്തിന്റെ ആ സ്ഥാനത്തിരിക്കുകയാണ്. क्योंकि वे लोग ये बातों को भूल गए, जिसके वजह से प्रभु उनके स्थान में अभी बैठा है. മലാക്കി 3:16 പറയുന്നത്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു എന്നുള്ള കാര്യമാണ്. मलाकी का पुस्तक उसका 3रा अध्याय उसका 11 वचन में हम 16 वचन में हम देखते हैं कि अब यहोवा का भय मानने वालों ने आपस में बातें की और यहोवा ध्यान धरकर उनकी सुनता था
और जो यहोवा का भय मानते और उसके नाम का सम्मान करते थे, उनके स्मरण के निमित्त उसके सामने एक पुस्तक लिखी जाती थी। നമ്മൾ ഈ യഹോവ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ യാഗത്തെ ഓർക്കുന്നത് കർത്താവിന്റെ മേശയിൽ വരുമ്പോൾ മാത്രമല്ല, तो ये प्रभु के बारे में जब भी हम मनन करते हैं, सिर्फ प्रभु मेज के वक्त ही नहीं, കാരണം നമ്മൾ ജീവിതത്തിലുടനീളം ഭവനത്തിൽ ഇത് സംസാരിച്ചുകൊണ്ട് ഭവനത്തിൽ ഇത് നമ്മൾ ഓർത്തുകൊണ്ട് വേണം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരേണ്ടത്. क्योंकि हम ये घराने में हम बात कर कर, हमारे बीच में कुटुंब में हम ये बातें कर कर, हमें सभा के मध्य में आकर भाइयों के बीच में हमें इसका बात करना है. അങ്ങനെ നമ്മൾ എന്ത് നമ്മൾ ഭവനത്തിൽ നേടുന്നു അതാണ് നമ്മൾ സഭയിൽ സംസാരിക്കുന്നത്. तो जो बात हम भवन में हम प्राप्त करते हैं, उस बातों का वर्णन है और शेयरिंग है, बांटते हैं हम सभा के बीच में. ഇത് കർത്താവിന്റെ ആത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് രഹസ്യത്തിലായിരിക്കണം. രഹസ്യത്തിലുള്ള പിതാവിനോട് വേണം നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് അറിയേണ്ടത്. और हमें इस बातों का चर्चा जो है वो प्रभु के साथ बहुत रहस्यमय करना है, और ये रहस्य बातें जो प्रभु प्रकट करते हैं वो हम भाइयों के बीच में बांटना है. കാരണം നമ്മൾ എന്ത് സംസാരിക്കണമെന്ന് നമ്മൾ അങ്ങ് കർത്താവിനോട് പറയുകയല്ല. കർത്താവ് നമ്മളോട് എന്ത് സംസാരിക്കണം, കർത്താവ് നമ്മളോട് സംസാരിക്കും. അതാണ് നമ്മൾ സഭയിൽ സംസാരിക്കുന്നത്. Amen, amen. हम क्या बात करना है करके हम प्रभु को बताने का कोई जरूरत नहीं है, लेकिन हम क्या बात करना है करके असली में प्रभु हमें बताएगा. वो बातों को हमें सभा के मध्य में बात करना है. അങ്ങനെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യം കർത്താവിന്റെ ഈ ക്രൂശ് മരണം മാത്രമാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. तो इस तरह प्रभु जो हमसे बात करता है, सिर्फ केवल और केवल प्रभु के क्रूज के विषय में ही बात करता है. ക്രൂശ് ഒഴിച്ച ഒരു സംസാരവും ദൈവത്തിന് നമ്മളോടില്ല. क्रूज के अलावा और कोई भी बातों का चर्चा जो है परमेश्वर हमसे नहीं करना चाहता. കാരണം ക്രൂശിലൂടെ ആണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ മക്കളാക്കി തീർത്തത്. क्योंकि वही वो स्थान है जिधर प्रभु ने हमें बच्चा करके कहलाया है और हमें मुक्ति दिया है. കാരണം കർത്താവ് നമ്മളെ മക്കളെന്ന് വിളിക്കാൻ കർത്താവ് നമ്മളെ ലജ്ജിക്കാത്തതിന്റെ ഏക കാരണം നമ്മൾ ആ ക്രൂശിലൂടെ ദൈവം നമ്മളെ മക്കളാക്കി സ്വീകരിച്ചു എന്നുള്ള ഏക കാരണമാണ്. प्रभु उनके संतान, हमें उनके संतान कहलाने के लिए वो नहीं लज्जाता, क्योंकि वो क्रूज के द्वारा ही है जिसके वजह से हम संतान बन चुके हैं. ലോകത്തിലെ മാതാപിതാക്കൾ അവരെ മക്കളെന്ന് വിളിക്കുന്നത് അവരെ ജഡത്തിൽ ജനിച്ച് എന്ന ഏക കാരണത്താൽ മാത്രമാണ്. तो ये संसार के लोग वे लोग अपने बच्चों को बच्चे क्यों बुलाते हैं, क्योंकि वो वे लोगों से जन्म लिया है, इसके वजह से. എന്നാൽ ദൈവം നമ്മളെ മക്കളെ എന്ന് വിളിക്കുന്നത് ദൈവത്തിന്റെ ശരിയായ രീതിയിൽ നമ്മൾ ദൈവത്തിൽ ജനിച്ചു എന്നുള്ള കാരണത്താലാണ്. लेकिन हम परमेश्वर को हम क्यों बच्चे हैं, क्योंकि हम सचमुच वो स्वर्गीय परमेश्वर से ही जन्म लिए हैं, जिसके वजह से वो हमें उसके संतान कहलाने के लिए नहीं लजाता. കർത്താവ് നമ്മളെ മക്കളായി സ്വീകരിപ്പാൻ കർത്താവിന് പുത്രനിലൂടെ ഒരു പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മക്കളായി തീർന്നത്. हम क्यों हमें वो बच्चा कहता है, क्योंकि हमें उसके संतान बनाने के लिए उन्होंने अपने पुत्र के द्वारा बहुत कष्ट किया, और जिसके वजह से हमें संतान बना दिया. ഇത് ലോകത്തിന്റെ മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. और इस संसार के लोगों को इसका बात का समझ बहुत दिक्कत देने वाली बात है. കാരണം ഇത് ആത്മാവിൽ മാത്രമേ ഈ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. क्योंकि ये बात जो है सिर्फ और सिर्फ केवल आत्मा में ही हम समझ सकते हैं. അതുകൊണ്ടാണ് ആത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം പുറത്തു വന്ന് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് തന്നെ പറഞ്ഞത്. इसके लिए जब भी पवित्र आत्मा आता है, वो पाप के विषय में, धार्मिकता के विषय में और न्याय के विषय में हमें बता के देगा करके प्रभु खुद स्वयं कहता है. എന്റെ പാപത്തിനുള്ള ശിക്ഷാ പുത്രൻ ഏറ്റുവന്ന് നമ്മൾ സഭയിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം നമ്മൾ ഭവനത്തിൽ തുടങ്ങണം. Amen. जब पाप का दंड जो है मेरा प्रभु यीशु मसीह ने ले लिया है करके ये जब भी हम सभा में कहते समय, इसके पहले ही हम हमारे घरानों में हमें इसका बात का चर्चा होना. കാരണം അത് നമ്മൾ മക്കളോട് നമ്മൾ പറഞ്ഞ് മക്കളെ ബോധ്യപ്പെടുത്തണം. हम हमारे बच्चों को इस बातों को समझाना है और उनको बोध में लाना.
അല്ലെങ്കിൽ അവർക്ക് അതൊരു പഴയ കഥയായി മാറും. नहीं तो वे लोगों को सिर्फ एक पुराना कथा के समान वो रह जाएगा. അവർക്ക് എന്നും അത് ജീവൻ നിലനിർത്തണമെങ്കിൽ, ജീവനിലെ തുടുപ്പ് വേണമെങ്കിൽ ഈ സംസാരം നിർത്താതെ നമ്മൾ ഭവനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. अगर वे लोगों को जीवन का बहुतायक से उन लोगों को बहना है तो ये बातों का चर्चा करना बहुत जरूरी है. ഈ അന്ത്യകാലത്ത് ഈ സംസാരം ഇന്ന് ഭവനങ്ങളിൽ കുറഞ്ഞിരിക്കുകയാണ്. क्योंकि इस अंतिम समय में इस तरीके का जो चर्चा है, बातें हैं, ये बहुत कम हो गई है. ഇന്ന് ലോകത്തിലെ സംസാരമാണ് ഭവനങ്ങളിൽ കൂടുതലായി. ഇന്ന് സംസാരം തന്നെ ഭവനങ്ങളിൽ ഇല്ല. आजकल तो कुछ बातें ही नहीं चलता घरानों में, और कुछ चलता है तो भी संसार के बातें हैं. കാരണം ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ നമ്മുടെ കൈ വിരൽ തുമ്പിലായിരിക്കുന്ന കാരണത്താൽ ഇന്ന് മക്കളുമായിട്ടുള്ള ആശയവിനിമയം തന്നെ ഇന്ന് ഭവനങ്ങളിൽ കുറഞ്ഞിരിക്കുകയാണ്. हम देखते हैं क्योंकि मोबाइल फोन आने के वजह से, क्योंकि हम उसमें बहुत ज्यादा लगे रहते हैं, जिसके वजह से हम हमारे घर पे भी हम बात करना बहुत कम हो गया है. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെ ആ സംസാരം ഭവനത്തിൽ തുടങ്ങുമ്പോൾ നമ്മൾ കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കും, കുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങൾ അടുത്തിരിക്കും. അങ്ങനെ ആ ക്രിസ്തുവിന്റെ ആ സ്നേഹം ഭവനത്തിൽ വളർന്നു വരും. तो ये बातों का जब भी ये चर्चा है प्रभु के इस बलियों के चर्चा, जब भी प्रभु के बातों को जब भी हम हमारे घरानों में जब भी चर्चा करते हैं, तभी हमारा जो लगाव है, हमारा रिश्ता प्रभु से बढ़ता है, हमारा बच्चों के साथ वो बढ़ता है, हमारा अन्य भाइयों के साथ ये बढ़ता है ये रिश्ता, क्योंकि ये चर्चा ही है हमें जो जोड़ देता है. നമ്മുടെ പാരമ്പര്യങ്ങളെ പറ്റിയോ നമ്മൾ ചെയ്ത സാഹസിക പ്രവൃത്തികളെ പറ്റിയോ ഒന്നുമല്ല സംസാരിക്കേണ്ടത്. നമുക്ക് കിട്ടിയ രക്ഷ എങ്ങനെയെന്ന് ആണ് വീട്ടിൽ സംസാരിക്കേണ്ടത്. हमने हमारा कुटुंब के खासियत या हमने जिस तरह मेहनत किया है, ये बारे में नहीं हमें चर्चा करना है, लेकिन प्रभु ने जिस तरह मेहनत करके हमें छुड़ाया है, इस बातों का चर्चा हमें करना है. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. प्रभु हमारे सहायता करे. Praise the Lord. Bensit and sit here. आज प्रभु को दया से एक बहुत ही धन्य विषय हमको प्रभु दास से हमको सुनने को मिला. प्रभु കർത്താവിന്റെ ദയയാൽ നമുക്ക് വലിയൊരു കാര്യമാണ് സഹോദരൻ മുഖാന്തരം നമുക്ക് കേൾക്കാനിടയായത്. क्योंकि आज का एक ऐसा विषय है जो स्वाभाविक रीति से कोई विषय उठाता भी नहीं. കാരണം ഈ ഒരു വിഷയം ഇന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിയാൽ ആരും ഈ വിഷയത്തെ കുറിച്ച് അധികം സംസാരിക്കാറില്ല. परंतु आज प्रभु का आत्मा ने हमें एक बहुत गहराई से हमसे बात किया है. എന്നാൽ ഇന്ന് നമുക്ക് ഈ കർത്താവിന്റെ ആത്മാവ് നമ്മളെ വളരെ ആഴത്തിൽ ഈ കാര്യം നമ്മളോട് സംസാരിച്ചു. और प्रभु की उपस्थिति में रहते समय में सबसे पहला हमारा चर्चा जो है, हमारा विषय है, हमारा वार्तालाप, हमारा बातें हमेशा प्रभु के साथ एक गहरा रिश्ता में बना रहना चाहिए. ഈ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോഴും നമ്മൾ എവിടെ ആയിരുന്നാലും ഈ ഒരു കർത്താവിന്റെ സംസാരങ്ങൾ നമുക്ക് വളരെ ആഴത്തിൽ നമ്മുടെ ഇടയിൽ ആകണം എന്ന് നമ്മൾ കണ്ടു. एक विश्वासी जब प्रभु के साथ का पर्सनल संगति में बढ़ोतरी पाता है, वो ऑटोमेटिकली अपना घर में और कलीसिया में भी बाकी भाइयों के साथ चर्चा में बढ़ता है. ഒരു വിശ്വാസി വ്യക്തിപരമായി തന്റെ കർത്താവിനോട് തന്റെ ബന്ധം പുതുക്കുമ്പോൾ ആ പുതുക്കലിലാണ് തന്റെ കുടുംബത്തിലും അത് സഭയിലും ആ ഒരു ബന്ധത്തിന്റെ വെളിപ്പാട് നമ്മൾ കാണാനിടയാവുന്നത്. हम देखते हैं भजन संगीता 71 में जब हम पढ़ते हैं, നമുക്ക് സങ്കീർത്തനം അതിന്റെ 71-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ उसका 23 and 24 അതിന്റെ 23-24 വാക്യങ്ങൾ. Psalms 71 verse 23 and 24 में हम देखते हैं, जब मैं तेरा भजन गाऊंगा तब अपने मुंह से और अपने प्राण से भी जो तूने बचा लिया है जय जयकार करूंगा. बस मैं तेरे एक मिनट, मैं मेरे मुंह से और मेरा प्राण से मैं तेरा भजन गाऊंगा. ഞാൻ എന്റെ വാ കൊണ്ടും എന്റെ പ്രാണൻ കൊണ്ടും നിന്നെ പാടും എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. और 24 पढ़ना. 24 की चर्चा दिन भर करता रहूंगा. बस और तेरी चर्चा मैं दिन भर करता रहूंगा और तेरा धार्मिकता के बारे में मैं दिन भर चर्चा करता रहूंगा. എന്നിട്ട് നമുക്ക് 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, നിന്റെ നീതിയെ കുറിച്ച് ഞാൻ എന്നും എല്ലാ ദിവസവും ഞാൻ സംസാരിക്കും എന്നാ നമ്മളിവിടെ കാണും. നീതിയെ കുറിച്ച് സംസാരിക്കും. മലയാളം വായിക്കുന്നു.
तो इसके लिए वहां पर देखो, वहां पर ये प्रभु का दास वहां पर कहता है कि जब मुझे वो प्रभु के साथ का वो गहरा आनंद, यानी कि जब मुझे वर्स 23 में हमने पढ़ा, जब मुझे वो उद्धार का अनुभव जब मुझे मिला, तब मैं मेरा मुंह से और मैं मेरा प्राणों से मैं प्रभु तेरा जय जयकार कर रहा हूँ. എനിക്ക് രക്ഷയുടെ ഈ വലിയൊരു അനുഭവം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വാ കൊണ്ടും ഞാൻ എൻ്റെ പ്രാണൻ കൊണ്ടും ഈ സന്തോഷം ഞാൻ പറയുകയാണ്. हाँ, जो मैं ये पर्सनली हमें हर विश्वासी को करना है. ഇത് നമുക്ക് വ്യക്തിപരമായിട്ട് എല്ലാ വിശ്വാസികൾക്കും ചെയ്യേണ്ട കാര്യം. और उसके बाद 24 में हम पढ़ते हैं कि मैं तेरा धर्मों का चर्चा मैं दिन भर करता रहूंगा, यानी कि जो भी मुझे रास्ते में मिला, कोई घर में मिला, कलीसिया में मिला, वो सब के साथ तेरा धर्म का चर्चा मैं करता रहूंगा. നിന്റെ നീതിയെ കുറിച്ച് ഞാൻ ഇടവിടാതെ സംസാരിക്കുന്നു. നമ്മളവിടെ വായിക്കുമ്പോൾ ഞാൻ എവിടെ ആയിരുന്നാലും, ഞാൻ ഏത് സഹോദരനെ കണ്ടാലും ഞാൻ അവിടെ എല്ലാം നിന്റെ നീതിയെ കുറിച്ച് സംസാരിക്കുന്ന വായിക്കുന്നു. क्योंकि ये है प्रभु का आत्मा हमारे अंदर करने वाला कार्य है कि वो हमें प्रभु के विषय में चर्चा करने के लिए हमें प्रोत्साहन करेगा, हमें उत्साह देगा. പരിശുദ്ധാത്മാവാണ് ഈ കർത്താവിനെ കുറിച്ച്, അവന്റെ നീതിയെ കുറിച്ചും ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ വലിയൊരു പ്രോത്സാഹനം തന്നെ തരും. हाँ, मैं जब भी किसी भी भाइयों के घर पे मैं विजिटिंग करने जाता हूँ, मैं ये उद्देश्य, मैं कभी भी किसी के घर पे सिखाने के लिए नहीं जाता. ഞാൻ ഏതെങ്കിലും ഒരു സഹോദരനെ കാണാൻ അവരുടെ വീടുകളിൽ സന്ദർശിക്കുമ്പോൾ ഞാൻ അവരെ പഠിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ പോകുന്നത്. ना ही मैं उनको उपदेश देने या सलाह देने के लिए, बल्कि मैं खुद कुछ सीखने के लिए मैं जाता हूँ. ഞാൻ എന്തെങ്കിലും ഉപദേശം കൊടുക്കാൻ ഒന്നുമല്ല ഞാൻ അവരുടെ വീടുകളിൽ പോകുന്നത്. എന്നാൽ ഞാൻ സ്വയം പഠിക്കുവാൻ വേണ്ടിയും ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുമാണ് പോകുന്നത്. तो मैं खुद कैसा सीखता हूँ, जब सामने से जब भाई लोग चर्चा के लिए जब प्रभु का बातें विषय उठाता है, तब मुझे वो बात सीखने को मिलता है. ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് സഹോദരന്മാര് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. इसलिए मेरा एक आदत है. അതുകൊണ്ട് എനിക്കൊരു ശീലമുണ്ട്. मैं हमेशा जब मीटिंग चालू रहता था, उन दिनों में जब भी कलीसिया में मीटिंग होता था, मैं हमेशा आधा घंटा पहले आता था और मीटिंग के आधा घंटे के बाद ही निकलता था. എന്റെ ഒരു ശീലം ഇങ്ങനെ ആയിരുന്നു. ഞാൻ എപ്പോഴും ഒരു സഭായോഗം മീറ്റിംഗ് കൂടുമ്പോൾ അരമണിക്കൂർ മുൻപേ വരികയും അരമണിക്കൂർ കഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. क्यों? क्योंकि वो जो आधा घंटा का जो स्टार्टिंग का आधा घंटा और मीटिंग खत्म होने के बाद आधा घंटा, वो एक चर्चा का टाइम है. हमने जो प्रभु में मिला हुआ आनंद, वो तभी हम लोग चर्चा करते. वो मुझे सब भाइयों के साथ जब मैं चर्चा करते समय में मिलने वाला खुशी, वो एकदम अलग ही खुशी है. അതെന്തുകൊണ്ടാണ് ഞാൻ അരമണിക്കൂർ മുമ്പേ വരുന്നതും അരമണിക്കൂർ കഴിഞ്ഞു പോകുന്നത്? ആ ഒരു സമയമാണ് സഹോദരന്മാര് ഈ കർത്താവിനെ കുറിച്ച് കിട്ടിയ പ്രകാശനം സംസാരിക്കുകയും അവർക്ക് കിട്ടിയ വെളിച്ചങ്ങൾ സംസാരിക്കുകയും ചെയ്യും. അവിടെയാണ് ആ ഒരു സംസാരമാണ് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തു. और प्रियो, जैसा पौलोस किधर भी जाता था, वो हम देखते हैं पहला कोरिन्थियों 1:18 में पढ़ते समय में हमें यह वाक्य मालूम है, पौलोस हमेशा क्रूस का खता या क्रूस का संदेश ही बांटता था. പൗലോസ് നമുക്കറിയാം, എപ്പോഴും എവിടെയും പോയാലും ആ പൗലോസ് ഈ ക്രൂശിന്റെ മെസ്സേജ് മാത്രമാണ് എവിടെയും കൊടുത്തുകൊണ്ടിരുന്നത്. परंतु अभी एक ऐसा जमाने में हम जी रहे हैं जहां पर क्रूस का संदेश एक नेगेटिव बात बन चुका है. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ക്രൂശിന്റെ ഈ ഒരു മഹത്വം ഇപ്പം അത് വെറും ഒരു കഥയായിട്ട് മാത്രമായി. क्रूस का संदेश का मूल्यता अभी हम ऐसा जमाने में जी रहे हैं जहां पर क्रूस का संदेश को कोई अहमियत नहीं है. നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിൽ ക്രൂശിന്റെ മഹത്വത്തെ കുറിച്ചും ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. उसका शुरुआत तो पौलोस के समय में भी था. ഇതിന്റെ തുടക്കം പൗലോസിന്റെ കാലങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. उसका एक छोटा सा दृश्य, हम ये वाक्य भी हम जानते हैं, फिलिपियों का पुस्तक 3:18 में जब पढ़ते समय में वहां पर हम कहते हैं कि पौलोस कहता है कि मैं रो रो कर बताता हूँ कि कुछ लोग हैं जो क्रूस के शत्रु हो चुके हैं. ഫിലിപ്പിയരുടെ പുസ്തകം 3:18 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ വളരെ കരഞ്ഞുകൊണ്ട് പറയുന്നു, ചിലർ ക്രൂശിന്റെ ശത്രുക്കൾ വരെ ആയി. 3:18 पढ़ेंगे हिंदी और मलयालम में. क्योंकि बहुत से ऐसी चाल चलते हैं जिनकी चर्चा मैंने तुमसे बार बार की है और अब भी रो रो कर कहता हूँ कि वे अपनी चाल चलन से मसीह के क्रूस के बैरी है. മലയാളത്തിൽ വായിക്കാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ. मदी उधर देखो, अधिकतर लोग क्रूस के बैरी हो चुके बोलते समय में
ऐसा मत समझना ये संसार के लोगों के बारे में बोल रहा है, ऐसा नहीं है प्रियो। ക്രൂശിന്റെ ശത്രുക്കളായി എന്ന് നമ്മൾ ഇവിടെ വായിച്ചപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് ഇത് ലോകത്തിലെ ആൾക്കാരാണെന്ന്, അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ये पौलोस के साथ पौलोस बहुत जगहों पर प्रभु का सुसमाचार बांटा, बहुत जगह। हेलो, डिस्कनेक्ट आयो? ഞാനാണോ ഡിസ്കണക്ട് ആയ? ഹലോ, ഓക്കെ ഫൈൻ. हेलो केकाओ, ഇപ്പം കേക്കാം പറഞ്ഞു. हाँ, तो हम देखते हो ये विश्वासियों के बारे में कह रहा है जो उस समय में क्रूश के खिलाफ बात करने वाले लोग बन गए थे. അത് ഇത് വിശ്വാസികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്രൂശിന്റെ ശത്രുക്കളായവരെ കുറിച്ച്, ഇത് വിശ്വാസികളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് പൗലോസ്. क्योंकि हम जानते पौलोस बहुत जगहों पर जाता था और प्रभु का वचन बांटा और कलीसिया स्थापना किया, परंतु वो कलीसिया में विश्वासी लोग करके बहुत बनकर आ गए, परंतु वो लोग क्रूश का संदेश देते समय में उन लोगों को वो बात हजम. ഈ പൗലോസ് അനേക സ്ഥലങ്ങളിൽ പോയി അനേക ആൾക്കാരെ കണ്ടു. ക്രൂശിന്റെ സന്ദേശം അവരുടെ ഇടയിൽ സംസാരിക്കുമ്പോഴും അത് അനേകർ സ്വീകരിക്കാത്ത രീതിയിലേക്ക് മാറുന്നതായിട്ട് പൗലോസിന് മനസ്സിലായി. പിന്നെയും പോയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേക്കാം പറഞ്ഞു. सॉरी इंटरनेट थोड़ा फ्लक्चुएशन है, एक मिनट. കേൾക്കുന്നില്ല കേട്ടോ. हेलो, ഇപ്പം കേക്കാം പറഞ്ഞു. या तो आज ये कलीसिया का ആ പൗലോസ് പോയ സ്ഥലങ്ങളിലൊക്കെയും സഭ സ്ഥാപിച്ച സ്ഥലങ്ങളിലൊക്കെയും താൻ ക്രൂശിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും പലർക്കും അത് മനസ്സിലാകാത്ത ഒരു ഘട്ടത്തിൽ എത്തുന്നതായിട്ട് പൗലോസിന് മനസ്സിലായി. इसके लिए वो 1 कोरिन्थियंस 1:18 पढ़ेगा तो उधर ही उसका जवाब है. क्रूस का जो खता है विश्वासियों के लिए तो वो एक बहुत बड़ा सामर्थ्य है, परंतु नाश होने वालों के लिए मूर्खता है. എന്നാൽ ഇവിടെ 1:18 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും അത് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയാകുന്നു എന്ന് നമ്മൾ വായിക്കും. हाँ, क्योंकि हम देखते हैं कि उन जमाने में शिमोन जो जादूगर शिमोन है वो भी वो देखो वो विश्वासी है करके बोलकर वो आता था. നമുക്കറിയാം ആ സമയത്ത് ശിമോൻ പോലും അവൻ വലിയ വിശ്വാസിയാണെന്നുള്ള മട്ടില് വരുന്ന സംദർഭങ്ങളൊക്കെയും നമ്മൾ കാണുന്നു. वो जादूगर है, परंतु वो कुछ बाहर का आउटवर्ड अपीयरेंस देखकर वो आता था, तो बाहर लोगों को लगता था ये एक विश्वासी है करके. അപ്പോ വലിയൊരു ജാദൂഗർ, मंत्रवादी, ഓക്കെ വലിയൊരു മന്ത്രവാദി ആയതുകൊണ്ട് ഈ മന്ത്രവാദി ഈ കാര്യങ്ങൾ കണ്ട് അനേകർ വരാനിടയായി. नहीं, वो एक जादूगर था और उसका उद्देश्य क्या था कि मैं अभी प्रभु में विश्वास कर प्रभु के नाम से मैं जादू टोना कर लोगों में मैं और फेमस होना चाहता हूँ करके वो मन में था. हम एक्ट्स में जब पढ़ते समय में हम देखते हैं. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട്, താൻ മന്ത്രവാദി ആയതുകൊണ്ട് തന്റെ മന്ത്രത്തിൽ തനിക്ക് ഈ കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യാനും ഇങ്ങനത്തെ താല്പര്യത്തോടെയാണ് താൻ വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. हाँ, उसके बाद हम लोग अनन्यास और सफीरा को भी हम देखते हैं. അനന്യാസും സഫീറയെ കുറിച്ച് നമ്മൾ പിന്നെ വായിക്കുമ്പോൾ उनका भी अगर क्रूस का संदेश वाकई में अगर वो लोग अच्छी तरह से अगर जाना होता तो वो पैसा अपने लिए छुपा कर नहीं रखता था. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
हाँ പറഞ്ഞോ പറഞ്ഞോ. अगर उन लोग को क्रूस का संदेश अगर सचमुच सही रीति से मालूम होता अनन्यास और सफीरा को, അനന്യാസും സഫീറയ്ക്കും സഹി രീതി से ശരിക്കും ഈ ക്രൂശിന്റെ കാര്യം മനസ്സിലായിരുന്നുവെങ്കിൽ वो लोग अपने लिए पैसा छुपा के रखता नहीं था. അവർക്ക് വേണ്ടി ഒന്നും കരുതത്തില്ലായിരുന്നു. पैसा अपने लिए पैसा जो जमीन बेचने के बाद जो पैसा था वो लोग खुद के लिए छुपा कर रखता नहीं था. അവര് ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന കാശ് അവർക്ക് വേണ്ടി സൂക്ഷിക്കത്തില്ലായിരുന്നു. കാരണം उस समय में अगर सचमुच क्रूस का कार्य अगर उनमें होता तो वो पूरा मन से प्रभु की सेवा के लिए इस्तेमाल करता था. എന്നാൽ ക്രൂശിന്റെ ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലായിരുന്നു എങ്കിൽ അവർക്ക് കിട്ടിയതെല്ലാം അവർ കർത്താവിന്റെ സേവയ്ക്കായിട്ട് അവർ ചെലവഴിച്ചേനെ. तो इस तरह का बहुत प्रकार के विश्वासिया है जो दिखावटी बाहर रूप से विश्वासिया लगता है. അതുകൊണ്ട് ഈ രീതിയിൽ അനേക വിശ്വാസികൾ അവർ പുറമെ അവർ വിശ്വാസികളാണെന്ന് തോന്നുന്ന അനേക ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. हम देखते हैं देमास जो प्रभु पौलुस के साथ था बाद में फिर संसार में चला गया. നമുക്കറിയാം ദേമാസിനെ കുറിച്ച് കർത്താവിലായിരുന്നു എന്നാൽ പിന്നീട് ലോകത്തെ സ്നേഹിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. फिर सिकंदर करके अलेक्जेंडर करके एक भाई है उसके साथ भी वो भी बुरा व्यवहार करने लगा. അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു ആളിനെയും കൂടി നമ്മൾ കാണുന്നു പിന്നീട് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ये सब लोगों का नाम जिक्र इसके क्यों लिखकर रखा है क्योंकि ये बात हमें समझने के लिए, क्योंकि ये जो क्रूस का शत्रु कौन है आज देखा जाए तो विश्वासी ही क्रूस का शत्रु बन चुके हैं. ഇതൊക്കെയും എന്തിനാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ക്രൂശിന്റെ ശത്രുക്കൾ ആരാണ്? ഈ വിശ്വാസികൾ ഇവര് തന്നെയാണ് ക്രൂശിന്റെ ശത്രുക്കൾ. इसके लिए पौलुस वहां पर वो बताना चाहता है, मैं रो कर मैं बताता हूँ. फिलिपियंस 3:18 में कहता है कि मैं रो कर बता रहा हूँ कि आज से बहुत ये लोग सब क्रूस के बैरी हो गए. प्रभु के सेवक होना चाहिए था परंतु ये क्रूस के बैरी बन गए ये लोग. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ വളരെ കരഞ്ഞുകൊണ്ട് പറയുന്നു ഇവര് ക്രൂശിന്റെ ശത്രുക്കളായി മാറി എന്ന് ഇവിടെ പൗലോസ് പറയുകയാണ്. और उनका एक छोटा गुण विशेष है. हम लोग 1 तिमोथी चैप्टर 6 में पढ़ते समय में उनका एक गुण विशेष हम देख सकते हैं. ഇവരുടെ ഒരു വിശേഷം നമുക്ക് 1 തിമോത്തിയോസിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. 2 तिमोथी चैप्टर 3. 2 തിമോത്തിയോസ് 3 अध्याയം उसका दूसरा अध्याय से पढ़ते समय में वहां पर हम देख सकते हैं वो किस प्रकार के टाइप के लोग हैं करके वहां पर बताते हैं. ഏത് രീതിയിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് രണ്ടാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. उधर देखो वर्स 5 में आप देखो हैविंग अ फॉर्म ऑफ गॉडलीनेस बट डिनाइंग इट्स पावर. देखो हम അഞ്ചാമത്തെ വാക്യം വായിക്കാം. वे भक्ति का वेश ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തി मदी कौन वहां पर भक्ति का वेश धारण करके आ रहा है? संसार का लोगों का बात कर रहा है क्या? जो कलीसिया में आ रहे हैं उन लोगों का बात चल रहा है. ഭക്തിയുടെ വേഷം ധരിക്കുക ഇവിടെ പറയുമ്പോൾ ഇവിടെ ആരാണ് ഭക്തിയുടെ വേഷം ധരിക്കുന്നത്? ലോകത്തിലെ ആൾക്കാരല്ലല്ലോ. ഇവിടെ ഭക്തിയുടെ വേഷം ധരിക്കുന്നത് തന്നെ വിശ്വാസികളാണ്. वो लोग कलीसिया में आ रहे हैं परंतु वो भक्ति का वेश धारण करके आ रहे हैं. वो लोग അവര് സഭയെ വരികയാണ് ഈ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട്. तो ये सब अवस्था पौलुस को उस जमाने से ही चल रहा था. उसको मालूम है ये जब क्रूस का कथा जब इनको बताते समय में, क्योंकि पौलुस क्रूस का संदेश से वो बहुत खुश था. वो जिधर भी जाता था क्रूस का चर्चा ही वो करता था. അപ്പോസ്തലനായ പൗലോസിന് ഈ കാര്യം മനസ്സിലായി. കാരണം പൗലോസ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും ക്രൂശിന്റെ കാര്യം മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. पौलुस को उस क्रूस का चर्चा में ही वो आनंद रहता था क्योंकि उसको मालूम है उसी में सबसे बड़ा सामर्थ्य है. പൗലോസിന് മനസ്സിലായി ഈ ക്രൂശിന്റെ കാര്യത്തിൽ തന്നെ താൻ വളരെയധികം സന്തോഷിക്കാൻ ഇടയായി. കാരണം ഈ ക്രൂശിന്റെ കാര്യം മാത്രമാണ് താൻ എവിടെ പോയപ്പോഴും സംസാരിച്ചത്. परंतु अंत समय में हम देखते हैं ये लोग सब लोग क्रूस के कथा से वो लोग दूर होते जा रहे हैं. എന്നാൽ അന്ത്യസമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ക്രൂശിന്റെ ഈ ഒരു സന്തോഷത്തിൽ നിന്ന് അനേകർ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. आज लोग जब कलीसिया में एकत्र होकर आता है तो उन लोग का चर्चा क्या है? भाई तेरे पास कितना गाड़ी है, तेरा कितना बैंक बैलेंस है, तू कितना मंजिल घर में रहता है, ये उनका चर्चा विषय है. ഇന്ന് ലോകത്തിലെ ആൾക്കാരൊക്കെയും അവർ കൂടി വരുമ്പോൾ അവർ സംസാരിക്കുന്ന സംസാര വിഷയം എന്താണ്? സഹോദര, നിന്റെ കയ്യിൽ എന്തുണ്ട്, എന്തൊക്കെയാണ് നിന്റെ സമ്പാദ്യങ്ങൾ, നിന്റെ ബാങ്ക് ബാലൻസ് എത്രയാ? ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെയാണ് ഇന്ന് ലോകത്തിലൊക്കെയും നടക്കുന്നത്. अरे तेरा एक बेटा तो अमेरिका में, एक बेटा लंदन में, ये कर रहा है, वो कर रहा है. ये सब आकर वो लोग चर्च में आकर डिस्कस करते हैं. उनका चर्चा विषय ये है. प्रभु का बातों को वो लोग भूल चुके हैं.
നിന്റെ ഒരു മകൻ അമേരിക്കയിലാണ്, നിന്റെ മറ്റു മകൻ നിന്റെ ലണ്ടനിലാണ്. ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെയാണ് അവർ കൂടി വരുമ്പോഴൊക്കെയും സംസാരിക്കുന്നത്. परंतु हमने भजन संगीता 71 में हमने पढ़ा था कि जो एक बार प्रभु का वो उद्धार का अनुभव करेगा, वो अपना जबान से सिर्फ प्रभु का ही वर्णन, उसका प्रभु का धार्मिकता को ही वो वर्णन करेगा. എന്നാൽ നമ്മൾ സങ്കീർത്തനം 71 നമ്മൾ വായിച്ചു 23. 23-ാമത്തെ വാക്യത്തിൽ. കാരണം നമ്മുടെ ചർച്ച, നമ്മൾ സംസാരിക്കുന്ന ഒക്കെയും അവന്റെ നീതിയെ കുറിച്ച് ഞാൻ ഇടവിടാതെ സംസാരിക്കുന്നു നമ്മൾ വായിച്ചു. हाँ, यही है, क्योंकि हम एकत्र होते समय में हमारे एक ही विषय है, प्रभु के बारे में हमें चर्चा करना. നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും നമ്മുടെ ഒരു ലക്ഷ്യമാണ് എപ്പോഴും ഈ കർത്താവിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. हम देखते हैं लवोदिकिया पीरियड में आते समय में वो लोग सब लोग घमंडी और हटीले बन चुके हैं. ലവോദിക്ക സമയമായപ്പോഴത്തേക്ക് നമുക്കറിയാം അവരൊക്കെയും ഭയങ്കരമായിട്ട് സ്വയത്തിൽ പ്രശംസിക്കുന്നവരായി തീർന്നു. हाँ, ये क्वालिटी एक्चुअली हमने 2 तिमोथी 3 में हमने पढ़ा है. वो क्वालिटीज में जब देखेंगे दूसरा वाक्य में उधर लिखा है, मनुष्य स्वयं प्रेमी हो चुके हैं, हटीले हो चुके हैं, अधर्मी हो चुके हैं. 2 തിമോത്തിയോസ് നമ്മൾ 3:2 ഇപ്പം വായിച്ചതുപോലെ മനുഷ്യർ സ്വസ്നേഹികളായി തീർന്നു എന്ന് നമ്മൾ അവിടെ വായിച്ചു. हाँ, उधर देखो, उधर वो लोग ब्लास्फेमस यानी कि परमेश्वर का नाम को निंदा करना, दूषणा करने वाला, एक इस तरह घमंडी और परमेश्वर का हमेशा विरुद्ध बातें करने वाला अवस्थे में हो चुके हैं. ഇവരൊക്കെയും സ്വയം സ്നേഹികളും ദൈവദൂഷണം പറയുന്നവരും ഒക്കെയും മാറി എന്ന് നമ്മൾ ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും. उसका वाक्य 9 पढ़ेंगे, दूसरा तिमोथी 3:9. 3-ാമത്തെ വാക്യം വായിക്കാം. पर वे इससे आगे नहीं बढ़ सकते, क्योंकि जैसे उनकी अज्ञानता सब मनुष्यों पर प्रकट हो गई थी, वैसे इनकी भी हो जाएगी. Amen. Yes, yes. ലളിതമായ വാക്യം 9-ാം വാക്യം. അധികം മുഴുക്കയില്ല, അയാൾ പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ. हाँ, ये लोग अज्ञानता सब प्रकट होने का अवस्था हो गया. क्यों ये लोग अज्ञानता का अवस्था में? क्योंकि ये लोग प्रभु का क्रूस का संदेश चर्चा करते ही नहीं है. इसके लिए ये लोग को आगे बढ़ने नहीं हो रहा, इनमें प्रोग्रेस नहीं हो रहा. ഇവരുടെ ഈ ബുദ്ധികേട് വെളിപ്പെട്ടത് എന്തുകൊണ്ടാ? കാരണം ഇവര് ക്രൂശിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തിൽ അവർക്ക് ഒരു പുരോഗതിയുമില്ല. अभी इसलिए हम लोग इकट्ठा होते समय में हमारा चर्चा विषय प्रभु नहीं है, तो हम लोग भी मंदबुद्धि हो जाएंगे. നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ സംസാര വിഷയം ഈ കർത്താവല്ല എങ്കിൽ നമ്മളും ബുദ്ധികെട്ടവരായി മാറും. इसके लिए मुझे सबसे फेवरेट बुक्स बाइबल में हमें पढ़ते समय में तिमोथी और तीतोस का पुस्तक है. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പുസ്തകം എന്തെന്ന് ചോദിച്ചാൽ തിമോത്തിയോസും തീത്തോസിന്റെയും പുസ്തകമാണ്. क्योंकि पौलोस वहां पर तीतोस और तिमोथी को सबसे बड़ा जो बात बोलता है कि तुम लोग जाके सबको प्रबोधन करना, सबको एनकरेज करना, सबको प्रोत्साहन करना. यानी कि एक तरफ से देखा जाए तो तुम्हारा चर्चा विषय हमेशा प्रभु के बारे में होना चाहिए. आपस में तुम लोग ऐसा प्रोत्साहन करते रहना, ये बात वहां पर बोलता है पौलोस. തിമോത്തിയോസിന്റെ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലൊക്കെയും പൗലോസ് എഴുതുമ്പോൾ ഇവിടെ പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ്, നിങ്ങൾ എവിടെ പോയാലും ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും സഹോദരന്മാരുടെ ഇടയിൽ പ്രബോധിപ്പിക്കുകയും ചെയ്യണം എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. हाँ, बट मेरे लिए फेवरेट क्यों है? क्योंकि तिमोथी और तीतोस दोनों जवान लोग हैं. എനിക്ക് എന്തുകൊണ്ടാണ് ഇത് വളരെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എന്ന് പറഞ്ഞത്? കാരണം തിമോത്തിയോസും തീത്തോസും വളരെ യൗവനക്കാരാണ്. और ये बहुत ही बचपन, उनको इस जवानी में ही पौलोस ने उन दोनों का हुनर को देखा और उन दोनों को उनको कलीसिया का जिम्मेदारी दिया. ഈ ഒരു യൗവനത്തിൽ തന്നെ പൗലോസ് ഇവരുടെ ഉള്ളിലുള്ള കർത്താവിനെ കുറിച്ചുള്ള ഉണർവ് കണ്ടപ്പോൾ ഇവർക്ക് വലിയ ചുമതലകൾ, ഇവർക്ക് വലിയ റെസ്പോൺസിബിലിറ്റി പൗലോസ് ഇവിടെ കൊടുക്കുകയാണ്. एक तरफ से देखा जाए तो ये लोग बहुत से चर्चेस में, क्रेता में, अन्य कलीसियाओं में एक तरफ से एक एल्डरशिप और पास्टरल सर्विस कर रहे थे वो लोग. ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ക്രേത്ത എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയും ഇവർക്ക് അധ്യക്ഷ പദവി കൊടുക്കുന്നതായിട്ടൊക്കെയും പൗലോസ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. रिस्पॉन्सिबिलिटी, पदवी बोले अल्लाह, एक जिम्मेदारी जैसा सेवा था उनका. उत्तरवादित्व. यस. और क्योंकि हमें एक मेंटालिटी होता है, बच्चे लोग हैं, ये लोग क्या करेंगे, ऐसा करके एक गलत मिसअंडरस्टैंडिंग रहता है. परंतु पौलोस ने उन दोनों के अंदर का मसीह जीवन को और उत्तेजना को देखा, इसके लिए वो जिम्मेदारी दिया. നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇവരെന്ത് ചെറുപ്പമാണ്, ഇവർ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവരുടെ ഉള്ളിലെ ആ ഈ ദൈവത്തോടുള്ള ആ കഴിവും ആ പ്രാപ്തിയും ഒക്കെ കണ്ടപ്പോഴാണ്
പൗലോസ് അപ്പോസ്തലൻ അവർക്ക് ഈ ഒരു ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുന്നത്. वहां पर पहला पत्रोस 5वां अध्याय में जब हम पढ़ते हैं, 1 പത്രോസ് 5-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ उसका वाक्य 5 में देखो, एक खास बात वहां पर लिखा है. 5:5 നമ്മൾ വായിക്കാം. 5 का 5 पढ़ेंगे. इसी प्रकार हे नवयुवकों, तुम भी प्राचीनों के अधीन रहो, वरन तुम सब के सब एक दूसरे की सेवा के लिए दीनता से कमर बस बस बांधे। बस उधर देखो, उधर विषय देखो, तुम सब के सब एक दूसरे के सेवा के लिए दीनता में कमर बंधकर सेवा में बने रहो. तुम सबके सब वहां पर बोला है, सिर्फ नवयुवकों को ही नहीं बोला, सबके सब ये करने वाली बात है. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുക. हाँ, എല്ലാരും, सब लोग. यहाँ पर पहला एक पॉइंट वहां पर क्या बोल रहा है कि नवयुवक लोग प्राचीनों का अधीन रहना. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ആദ്യത്തെ വരി നമ്മൾ എന്തോ കാണുന്നത്, ഇവിടെ യവനക്കാരെ നിങ്ങൾ സബ്മിറ്റ് യുവർ സെൽഫ് ടു ദി എൽഡർ. ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങി. हाँ, वो पॉइंट बोलने के बाद उसके बाद फुल स्टॉप है. हिंदी में आया नहीं है, फुल स्टॉप है. उसके बाद नेक्स्ट सेंटेंस क्या बोल रहा है? यस, ऑल ऑफ यू बी सबमिसिव टू वन अनदर एंड बी क्लोथ्ड विद ह्यूमिलिटी. ഇവിടെ അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് എന്താണ്? നിങ്ങൾ താഴ്മയെ ധരിച്ചുകൊണ്ട് എല്ലാരും തമ്മിൽ 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 നിങ്ങൾ കീഴ്പ്പെടണം എന്നാണ് നമ്മളോട്. മലയാളത്തിൽ ഫുൾ സ്റ്റോപ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. हाँ, फुल स्टॉप मलयालम में वो फुल स्टॉप आना चाहिए, क्योंकि वो एक नेक्स्ट सेंटेंस है. वो ഉണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ. മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. ആ, അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് അല്ലേ? കീഴടങ്ങുവിൻ കഴിഞ്ഞിട്ട് ഉത്സവം. ओके, फुल स्टॉप उंडेगी. ओके, राइट. हिंदी में यहाँ पर नहीं है, वहां पर लिखा नवयुवकों तुम भी प्राचीनों के अधीन रहो. उसके बाद फुल स्टॉप आता है, फिर आना चाहिए तुम लोग सब लोग एक दूसरे के तुम लोग अधीन रहना है, सेवा करना है. क्योंकि प्रभु क्या करता है? प्रभु घमंडियों को प्रभु विरोध रहता है, अभिमानियों का प्रभु विरोध रहता है, परंतु जो दीन है उनको अनुग्रह करता है. നമുക്ക് അറിയാം, ഇവിടെ കർത്താവ് നിഗളഭാവമുള്ളവരെ ഒക്കെയും എതിർക്കുന്നു, അവൻ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു ഒക്കെയും നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ താഴ്മ ധരിച്ചുകൊണ്ട് നമ്മൾ അന്യന്യം നമ്മൾ കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴേ നമുക്ക് ഈ ഒരു അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. कभी भी ऐसा नहीं सोचना मेरे से कोई छोटा उम्र का व्यक्ति आकर अगर हमको एनकरेज करने के लिए कुछ बातें अगर बोल रहा है या मसीह का बातें चर्चा करने आता है, तो उनको कभी भी हम लोग उनको इग्नोर नहीं करना है, बल्कि उनको वेलकम करके एनकरेज करके वो ये मेरा सगा मसीह में मेरा भाई है बोलकर उसका सब बातों को हमें स्वीकारना है. നമ്മളെക്കാട്ടിലും പ്രായം കുറഞ്ഞ ആൾക്കാർ നമ്മളോട് കർത്താവിന്റെ കാര്യം സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴൊക്കെയും നമുക്ക് അവരെ നമ്മൾ പ്രബോധിപ്പിക്കുകയും അവരെ ഒക്കെയും നമ്മൾ ഈ കാര്യത്തിൽ വളർത്തുകയും പ്രോത്സാഹനം കൊടുക്കുകയും ഒക്കെയും ചെയ്യുമ്പോഴാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരുന്നത്. क्योंकि लोकल कलीसिया बोला तो स्थानीय कलीसिया बोला तो एक फैमिली है, और फैमिली में सबके पास अधिकार है चर्चा करना और प्रभु का प्रेम बांटना. നമ്മൾ ലോക്കൽ കലീശ, നമ്മൾ ലോക്കൽ സഭ എന്ന നിലയിൽ നമുക്ക് ഈ ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഈ സ്നേഹം നമ്മൾ അന്യോന്യം നമ്മൾ ഷെയർ ചെയ്യുകയും ഇങ്ങനെ എല്ലാവരെയും പ്രബോധിപ്പിക്കുകയും നമ്മളൊക്കെയും ചെയ്യുന്നത് ഇത് ഒരു ലോക്കൽ സഭയുടെ ഒരു ഉത്തരവാദിത്വമാണ്. कुटुंब अवस्था है, एक फैमिली का अवस्था है लोकल कलीसिया. तो इसके लिए हमें प्रभु की उपस्थिति में हम लोग प्रभु की ओर से जो भी हम लोग को जो आनंद मिला है, पहला वो पर्सनल अनुभव करने के बाद पहला फिर घर में हम लोग को वो चर्चा करना है, और फिर कलीसिया में आकर वही प्रेम को हमें बांटते रहना है. നമുക്ക് വ്യക്തിപരമായിട്ട് കർത്താവിൽ നിന്നും പ്രാപിച്ച കാര്യങ്ങളൊക്കെയും നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ സംസാരിക്കുകയും അത് പിന്നീട് അത് ചർച്ചാ വിഷയമായി കഴിഞ്ഞതിന് ശേഷം നമ്മളത് സഭയിൽ വന്ന് നമ്മുടെ സഹോദരന്മാരോടൊക്കെയും അത് പ്രബോധിപ്പിക്കുകയും ചെയ്യും. तिमोथी कलीसिया में जब सेवा करता था, वो बच्चा है बोलकर वो अपने आप में कभी कभी बुरा लगता था, पर पौलुस क्या बोलता है? डू नॉट डिस्पाइज योर यूथ. अपना युवता का जो अवस्था है उसको कोई भी तुझे तुच्छ समझने का अवस्था नहीं देना. तू बिंदास प्रभु का वो प्रेम को तू बांटना. അതുകൊണ്ട് തിമോത്തിയോസ് ഒക്കെയും യൗവനക്കാരായതുകൊണ്ട് അവരുടെ ഈ സംസാരങ്ങൾ ആരും കേൾക്കാതൊന്നും ഇരുന്നില്ല. കാരണം കർത്താവ് അവിടെ തന്നെ പറയുന്നുണ്ട്, യൗവനക്കാരെ Let no one despise your youth. First Timothy. യൗവനക്കാരെ തുച്ഛീകരിക്കരുത്. യൗവനക്കാരെ അല്ല, നിന്റെ യൗവനത്തെ ആരും തുച്ഛീകരിക്കരുത്. ഓക്കെ. ओके, एनीवे टाइम मिल रहा है, नेक्स्ट टाइम मैं वो वाक्य निकाल देता हूँ. हाँ, 4:12. ओके, फर्स्ट तिमोथी 4. यस, फर्स्ट तिमोथी 4:12. कोई अपनी जवानी को
तुच्छ न समझने पाए। हाँ, कोई तेरी जवानी को तुच्छ ना समझे, क्योंकि उसको ये एक युवक है बोलकर लोग हमेशा तिमोथी को तुच्छ समझता था, परंतु पौलुस ये बात उसको प्रोत्साहन करके बोल रहा है, भले ही कोई तुझे तुच्छ कर रहा है ना, तू उसका घबरा मत, तू बस एक अच्छा आदर्श होकर विश्वासी जीवन जी ले, वो लोग सब तुझे पसंद करेगा। നിന്റെ യൗവനത്തെ ആരും തുച്ഛീകരിക്കുകയില്ല എന്നും അവിടെ നീ ഭക്തിപൂർവ്വം നീ നിന്റെ കർത്താവിലുള്ള ജീവിതം നയിക്കുമ്പോൾ അവരെല്ലാവരും നിന്നെ ആ രീതിയിൽ കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് ഇവിടെ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. एक लास्ट वर्स में पढ़ना चाहता हूँ, वही फर्स्ट तिमोथी चैप्टर 5 में, वहां पर देखो ये पौलुस तिमोथी को एक रिस्पॉन्सिबिलिटी कैसा देता है, देखो चैप्टर 5 वर्स 1 and 2, 5 का 1 और 2 ഒന്നും രണ്ടും വായിക്കാം. हाँ पढ़े हिंदी में। किसी बूढ़े को न डांट पर उसे पिता जानकर समझा दे। देखो बस रुक के पढ़ना। किसी भी बूढ़े आदमी को तू क्या करना, उसको डांटना नहीं, परंतु तू उसको समझा सकता है। देखो तिमोथी एक बहुत जवान व्यक्ति है, ऐसा नहीं वो बूढ़ा व्यक्ति को तू जाके समझाने का नहीं, ऐसा नहीं बोल रहा, परंतु पिता के समान जाकर उसको जाके तू समझा सकता है। വായിച്ച ഒന്നാമത്തെ വാക്യം, മൂത്തവനെ വത്സിക്കാതെ അപ്പനെ പോലെയും ഇളവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും. हाँ, और वर्स 2 भी पढ़ना हिंदी में। बूढ़ी स्त्रियों को माता जानकर, हाँ ये सब जवान स्त्रियों को पूरी पवित्र, राइट तो ये पौलुस जानकर समझा दे। पौलुस क्या बोल रहा तिमोथी को कि तेरे सामने अगर कोई बूढ़ा विश्वासी आया, उसको तू समझाने का अधिकार तेरे पास है। तेरे सामने कोई बूढ़ी स्त्री आई, बूढ़ी स्त्री मतलब तिमोथी से भी कोई ज्यादा उम्र से बड़ा है, तो भी पौलुस वहां पर क्या बोल रहा है, तेरे पास पूरा अधिकार है उनको समझाने के लिए, उनको सुधारने के लिए, उनके साथ चर्चा करने का पूरा फ्रीडम है। ऐसा तू मत सोच कि तू बच्चा है, तू जवान है, इसके लिए ऐसा नहीं कर सकता, ऐसा वो समझा रहा है उसको। വത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ നിർമ്മലതയോടെയും സഹോദരന്മാരെ പോലെയും ഇവിടെ പൗലോസ് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പൗലോസ് പറയുന്നത്, നീ യൗവനക്കാരനായതുകൊണ്ട് നിനക്ക് അവരോട് സംസാരിക്കുവാനും അവരോട് ചർച്ച ചെയ്യുവാനും അവരെ ഉപദേശിക്കുവാനും ഒന്നും നിനക്ക് പറ്റില്ല എന്നൊന്നുമല്ല. അവരോട് സംസാരിക്കുകയും അവരെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യാം. എന്നാൽ മൂത്തവരെ നിന്റെ അപ്പനെ പോലെ ഒക്കെയും നിനക്ക് കണ്ട് അവരോട് ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കാൻ ഒക്കെ പറ്റും. നീ ഇളയതാ, നീ യൗവനക്കാരനാണെന്ന് പറഞ്ഞ് നീ അതൊന്നും മറച്ചു വെക്കണ്ട എന്നാ അവിടെ പൗലോസ് ഇവിടെ തിമോथियोസിനോട് പറയുന്നത്. मुझे बस और एक वर्स याद आया, वो लास्ट वर्स में पढ़ना चाहता हूँ, हिब्रूज चैप्टर 13 में उसका वर्स 17 में, लास्ट वर्स बंद कर रहा हूँ, हिब्रूज चैप्टर 13, तो समय बहुत हो गया। हिब्रूज चैप्टर 13 वर्स 17, अपने अगुओं की आज्ञा मानो और उनके अधीन रहो। बस वहां पर वो शब्द गलत है, वहां पर अगुआ नहीं है। उन लोगों का अधीन रहो जो तुम पर रूल ओवर यू मतलब जो तुमके ऊपर, जो तुमको कुछ बातें सिखाने समझाने आता है, उनके सामने तुम अधीन हो जाओ, वैसा आता है वाक्य। 3:17 വായിച്ചു. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് करेक्ट मलयालम निन्ने നടത്തുന്ന जो तुम लोगों को चला रहा है, उनको तुमके सामने तुम लोग सबमिसिव हो जाओ, सबमिट हो जाओ, हम्बल हो जाओ। अपर्णव वाइचो अला ओके, तो जो तुम्हें मलयालम में वो करेक्ट आया है, जो तुम्हें चलाने वाला अगुआ यानी कि यहाँ पर अध्यक्षों का या एल्डर्स का, प्राचीनों का बात नहीं चल रहा है, ये उन लोगों का बात चल रहा है। कलीसिया में जब मैं दूसरा भाई का बच्चे को जब मैं देखता हूँ गलत कर रहा है, तो मेरे पास पूरा अधिकार है कलीसिया में वो भाई का बच्चे को समझाने के लिए, सुधारने के लिए। या फिर मैं कोई बूढ़ा बहन को या बूढ़ा भाई को मैं जब देखता हूँ कुछ गलत है, तो मेरे पास पूरा अधिकार है उनको समझाने के लिए। समझाते समय में जो लोग सुन रहे हैं उनका काम क्या है, अगर प्रभु का वचन आ रहा है, आत्मा का अधीन से अगर वो भाई बात कर रहा है, तो वो लोग वो वचन के सामने अधीन होना है। ഇവിടെ നമ്മൾ വായിക്കുന്നത് obey them that have rule over you and submit yourself. 3:17 വായിക്കാവോ? ഓക്കെ,
നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവെന്ന് പറയുമ്പോൾ ഇവിടെ മൂപ്പന്മാരെ അധ്യക്ഷന്മാരെ കുറിച്ചല്ല ഇവിടെ പൗലോസ് പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ സഭയിലാണെങ്കിലും ഏതെങ്കിലും വേറൊരു ഒരു സഹോദരന്റെ മകനെ നമുക്ക് ശാസിക്കാം, അവനെ വഴക്ക് പറയാം, ഒക്കെയും ചെയ്യാം. അങ്ങനെ ആ നിലയിൽ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് സഭയിൽ ഉണ്ടാവണം. मैं जब भी फिन्नी खड़ा होता है बात करने के लिए, तुरंत मुझे मेरा हाथ पैर कांपने लगता है, क्योंकि मुझे मालूम है प्रभु फिन्नी से बहुत बड़ा बड़ा और रहस्य और गहरा बात करने के लिए प्रभु उसको इस्तेमाल कर रहा है करके मालूम रहता है। इसलिए मैं जल्दी डर जाता हूँ, क्योंकि प्रभु का वचन वो फिन्नी के द्वारा आ रहा है करके वो बात का भय मुझे तुरंत आता है। ഫിന്നി സഹോദരൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴൊക്കെയും ഞാൻ വളരെയധികം ഞാൻ ദൈവവചനത്തിന് മുമ്പാകെ ദൈവം സംസാരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ആ സഹോദരൻ എഴുന്നേൽക്കുമ്പോഴൊക്കെയും ഞാൻ കാണുന്നത്. കാരണം വളരെ താഴ്മയോടെ ആ ദൈവം എന്താണ് ആ സഹോദരനിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് താഴ്മയോടെ ഞാൻ കേൾക്കും. मैं कभी भी फिन्नी तू बच्चा है करके मैंने कभी नहीं सोचा है, बल्कि प्रभु का दास है और एक वचन आ रहा है करके बोलकर हमेशा वो वचन के सामने मैं अपने आप को समर्पण करता हूँ। ഇനി കുഞ്ഞാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കാരണം അത് ദൈവം ഉപയോഗിക്കുന്ന ഒരു പാത്രം എന്ന നിലയിൽ ദൈവം സംസാരിക്കുന്ന ഒരു ദാസനാണെന്നുള്ള ഒരു നിലയിലാണ് ഞാൻ കാണുന്നത്. तो मैं बस एक ही प्रार्थना है कि हम सब लोग हमेशा एक दूसरे के साथ फ्रीली और ओपन माइंडेडली हम लोग चर्चा कर सकते हैं. അതുകൊണ്ട് നമ്മൾ അന്യോന്യം നമുക്ക് വളരെ ഫ്രീ ആയിട്ടും വളരെ स्वातंत्र्यത്തോടെ നമുക്ക് അന്യോന്യം നമുക്ക് സംസാരിക്കാം. ऐसा कभी नहीं सोचना कि मैं बड़े लोग के साथ बात नहीं कर सकता या मैं छोटे लोग से बात नहीं कर सकता. ऐसा नहीं है प्रियो. नया जन्म पाए हुए लोगों के अंदर, सबके अंदर प्रभु का आत्मा है. हमें वो भाई के अंदर बहन के अंदर का प्रभु का आत्मा के सामने अधीन होना है. वो उनका उम्र देखकर हटीला नहीं बनना है. നമ്മുടെ മൂത്തവരോട് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ എന്റെ പ്രായം കുറഞ്ഞവരോട് ഞാൻ എങ്ങനെ സംസാരിക്കുമെന്നൊക്കെയും അല്ല നമ്മുടെ ചിന്താവിഷയം. അവരുടെ ഒക്കെയും ആത്മാവൊക്കെയും നമ്മുടെ സഹോദരങ്ങൾ എന്ന നിലയിൽ നമുക്ക് അവരോട് സംസാരിക്കാനും അവരോട് ചർച്ച ചെയ്യാനും ഒക്കെയും നമുക്ക് കഴിയണം. प्रियो, हम लोग जब स्वर्ग में जाएंगे, हमारा रैप्चर होगा, जब हम लोग उठा लिया जाएंगे, हम लोग क्या पत्रोस को पौलोस को सर बोल के हम लोग उनको बुलाएंगे, क्या भाई बोलकर बुलाएंगे? നമ്മള് ഈ ലോകം വിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുമ്പോഴും നമ്മുടെ പത്രോസിനെയും പൗലോസിനെയും ഒക്കെ കാണുമ്പോൾ സാറേ എന്ന് വിളിച്ച സംബോധനയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതോ നമ്മൾ സഹോദരന്മാരെ എന്നാണോ നമ്മൾ സംബോധന ചെയ്യുന്നത്? उस समय में वहां पर एज डिफरेंस नहीं रहेगा. वहां पर हम लोग सबका एक ही उम्र रहेगा. हम सब लोग जवान रहेंगे. सब हम लोग मसीह को प्रतिबिंबित करने वाले लोग रहेंगे. तो एक दूसरे को देखते समय में वो मेरा पिताजी है, उनको पिताजी बुलाना चाहिए, वो मेरा भाई है, उसको भाई, ऐसा कुछ नहीं है. हम सब लोग मसीह के समान हम लोग वहां पर दिखाई देंगे. അവിടെ ഒരു ഏജ് ഡിഫറൻസോ അവിടെ ഒരു പ്രായത്തിന്റെ ഒരു വ്യത്യാസം ഒന്നും അവിടെ കാണത്തില്ല. അവിടെ ഇത് എന്റെ ഒരു അപ്പന്റെ സ്ഥാനത്താണല്ലോ അല്ലെങ്കിൽ എന്റെ മകന്റെ സ്ഥാനത്താണല്ലോ, അങ്ങനെ ഒന്നും നമുക്ക് അവിടെ ഒരു വ്യത്യാസം കാണാൻ കഴിയത്തില്ല. കാരണം എല്ലാവരും തുല്യമായിട്ട് സഹോദരന്മാരെന്ന നിലയിൽ അവിടെ വെളിപ്പെടും. आज कलीसिया में हम लोग को वो अनुभव में रहना है. जब हम एक दूसरे को देखते समय में वो आनंद से, ये मेरा मसीह में मेरा भाई है, भले ही मेरा उम्र में छोटा हो परंतु ये मसीह में मेरा भाई है बोलकर उसको गले लगाकर स्वीकारना है और उसको वही दर्जा देना है जैसा हम लोग मेरे से बड़ा उम्र के भाइयों को मैं दर्जा देता हूँ. സഭയിലാണെങ്കിലും നമ്മളെക്കാളും പ്രായം കുറഞ്ഞ സഹോദരന്മാരെ കാണുമ്പോഴൊക്കെയും നമുക്ക് ഇങ്ങനത്തെ ഒരു മനോഭാവം ചിന്താഗതിയും വരണം. ഇതെന്റെ സഹോദരനാണ്, ക്രിസ്തുവിൽ അവനെയും ദൈവം രക്ഷിച്ചു എന്നുള്ള ആ ഒരു ബോധ്യത്തിലും ആ സഹോദര ബന്ധം എന്ന നിലയിലും ആണ് ആ സഹോദരനെ ഓരോ സഹോദരന്മാരെയും നമ്മൾ നമ്മുടെ സഭയിൽ കാണും. ये सब चर्चा का विषय है. रूलिंग मिनिस्ट्री का विषय अलग बात है, बट चर्चा करने के लिए हम लोग सबको वो फ्रीडम है भाइयों के साथ चर्चा करने के लिए, बहनों के साथ चर्चा करने का विषय, वो पॉइंट मैं बता रहा हूँ. ഞാൻ ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത് നമ്മൾ സഹോദരന്മാരുടെ ഇടയിൽ നമുക്ക് സംസാരിക്കണം, കർത്താവിനെ സംസാരിക്കുന്ന വിഷയത്തിലാണ് ഞാൻ ഇവിടെ ഇതൊക്കെയും സംസാരിച്ചത്. प्रभु हमको सहायता करे. കർത്താവ് നമ്മളെ സഹായിക്കും.